ഈശ്വരമംഗലക്കാരെന്ന് പറയുമ്പോ ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണോ? അതെ സർ, വലിയ ബിസിനസ്സുകാരാ. ഈ ഗൗതമ എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്ന. ഇപ്പൊ സ്വത്തുക്കളൊക്കെ എന്റെ ഭർത്താവിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നായപ്പോ മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയതാ സർ. അയാള് പ്രണവിന് എന്തെങ്കിലും ചെയ്യും സർ. അത്രയ്ക്ക് ആർത്തി മൂത്ത എന്നുവാ. എന്റെ ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാ സർ. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചൊന്ന് രക്ഷപ്പെടുത്തി തരണം. നമുക്ക് നോക്കാം. എന്തായാലും ഇയാളൊരു കാര്യം ചെയ്യേ, ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ച് ഒരു പരാതി എഴുതി കൊടുക്ക. വിജയ, ഈ കൊച്ചിന്റെ ഒരു പരാതി എഴുതി വാങ്ങിച്ചേ. ശരി സർ. ചെല്ലേ, അങ്ങോട്ട് ചെന്ന് എല്ലാ പോയിന്റ്സും പറഞ്ഞു കൊടുക്കണം. ശരി സർ. താങ്ക് യു. നിങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഇത്രയും കാലം എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങിയത്. ഞാൻ കൊണ്ടു നടന്ന് വളർത്തിയ എന്റെ അനിയനാ ഇപ്പൊ ഞാൻ കാരണം ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ആ സ്നേഹമൊന്നും ഇപ്പൊ പ്രണവന്റെ മനസ്സിന്റെ കോണിൽ പോലും ഇല്ല. അവന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഇപ്പൊ ഞാൻ. പക്ഷേ അവനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താനും രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. ശരിയാ ഗൗതം പറയുന്നത്, ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ഇപ്പൊ എല്ലാം പ്രണവിന് വിട്ടുകൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയാൽ സംഭവിക്കുന്നത് എന്തായിരിക്കും? പ്രണവിനെ കൊണ്ട് ഒറ്റയ്ക്ക് സർവം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഗൗതമിന് തോന്നുന്നുണ്ടോ? അത് മാത്രല്ല മോനെ, ഈ വീട്ടിൽ ശിവാനി തിരിച്ചെത്തിയ അവൾ ഇവിടെ അഴിഞ്ഞാടും. നമ്മുടെ കമ്പനി ഭരിക്കുന്നത് പ്രണവായിരിക്കില്ല, ആ CKC ആയിരിക്കും. എങ്ങനെയാ ശിവാനിയെ പ്രണവിൽ നിന്ന് അകറ്റിയെടുക്കണം? അത് കഴിഞ്ഞ് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നോക്ക് ഗൗതം, ഇത് എടുത്തു പിടിച്ച് ചെയ്യേണ്ട ഒരു തീരുമാനമല്ല. ഗോപിയേട്ടൻ വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് കേട്ട് കേട്ടാ അവൻ ഈ പരുവത്തിലായത്. ശിവാനിയെ ഒഴിവാക്കി പ്രണവിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അമ്മയുടെ മോഹമൊക്കെ അസ്ഥാനത്താ. ഇപ്പൊ പണത്തിനും സ്വത്തിനും വേണ്ടി അവനെ ഇളക്കി വിടുന്നത് തന്നെ ശിവാനിയ. CKC ആണ് അവനെ നിയന്ത്രിക്കുന്നത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇനിയും അവന് കിട്ടാനുള്ളത് വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് വലിയ അപകടങ്ങളായിരിക്കും. അതെല്ലാം ബാധിക്കുന്നത് എന്നെ തന്നെയായിരിക്കും. ഇത് തന്നെയല്ലേ വീട്? ഇത് തന്നെ സർ. വാ. നീ വീണ്ടും പോലീസുകാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? എന്താ സാർ, എന്താ പ്രശ്നം? ഈ നിൽക്കുന്ന ശിവാനിയുടെ ഹസ്ബൻഡ് പ്രണവിനെ ഇന്നലെ മുതൽ കാണാതായ കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഈ ഗൗതം നിങ്ങൾ തന്നെയല്ലേ? അത് ഞാൻ തന്നെയാണ്. പക്ഷെ പ്രണവിനെ കാണാനില്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താ ശിവാനി ഇത്? ഇന്നലെ ഞാൻ നിന്നെ വിളിച്ചപ്പോ പ്രണവ് മദ്യപിച്ച് ബോധമില്ലാതെ CKCയുടെ വീട്ടിൽ കിടക്കുന്നു എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എപ്പോഴാടി ഇന്നലെ തന്നെ പ്രണവിനെ കാണാതായത്? വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഓരോ കള്ളത്തരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുവോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ശിവാനി? അത് സത്യമാണ് സർ. പിന്നെ എന്തിനാ നീ പ്രണവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഗൗതമിന്റെ പേരിൽ കേസ് കൊടുത്തത്? ആന്റി വിളിച്ചപ്പോ പ്രണവ് മദ്യപിച്ച് വീട്ടിൽ കിടക്കുന്നു ഞാൻ കള്ളം പറഞ്ഞതാ. കള്ളം പറഞ്ഞെന്നോ? എന്തിനായിരുന്നു നീ കള്ളം പറഞ്ഞത്? സർ, ആന്റി വിളിക്കുന്ന സമയത്ത് പ്രണവിനെ തട്ടിക്കൊണ്ട് പോയി എന്നുള്ള വിവരം എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് പ്രണവ് ഡൽഹിക്ക് പോയിന്നാ ഞാൻ കരുതിയത്. പ്രണവ് ഡൽഹിക്ക് പോകുന്നു എന്നറിഞ്ഞ ഇവരത് തടയൂന്ന് ഭയന്നിട്ട് സത്യം പറയാതിരുന്നത്. എന്തായാലും ഗൗതം പ്രണവിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഗൗതമിനെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ. സാർ, ഇതൊന്നും ഞാൻ അറിഞ്ഞ സംഭവം പോലും അല്ല. വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ ശിവാനി?
അവനെ ഡൽഹിയിലേക്ക് അയച്ചിട്ട് ആ അവസരം മുതലാക്കി ഗൗതമിന്റെ പേരിൽ കേസെടുക്കാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? പ്രണവ് ഒരു ഡൽഹിക്കും പോയിട്ടില്ല. വഴിയിൽ വെച്ച് ഈ ഗൗതം ഏർപ്പാടാക്കിയ ഗുണ്ടകള് പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുക. സർ, പ്രണവ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കുറെ ഗുണ്ടകൾ ചേർന്ന് അവനെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ആ സമയത്ത് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചത് ഞാനാ. സർ, ഇതൊക്കെ